പ്രിയമുള്ള നയതന്ത്രജ്ഞനായ ശ്രീ ടി.പി. ശ്രീനിവാസൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സാർ. യഥാർത്ഥത്തിൽ അമേരിക്കയിലെ അംബാസഡർ കൂടിയായിരുന്നല്ലോ അങ്ങ്. ഈ അമേരിക്ക എല്ലാ പ്രതീക്ഷകളെയും കടത്തിവെട്ടി നേരിട്ട് ഈ യുദ്ധത്തിനിറങ്ങിയ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇത് ഒരു നയതന്ത്രജ്ഞൻ എന്ന നിലയിലും കുറേ കാലം അമേരിക്കയിൽ ജീവിച്ച ഒരു മലയാളി എന്ന നിലയിലും ഈ ഒരു പുതിയ സംഭവവികാസത്തെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന പ്രതിഭാസം ഒരു കാലത്തും അമേരിക്കയുടെ ചരിത്രത്തിൽ ഉണ്ടാവുകയില്ല എന്നൊക്കെയാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത്. ഒരു ഡെമോക്രാറ്റിക് രാജ്യമാണ്, വളരെ റാഷണലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രാജ്യമാണ് എന്നുള്ളത് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് അതൊക്കെ മാറിപ്പോയിരിക്കുകയാണ്. അപ്പൊ ഇത് പ്രതീക്ഷിച്ചത് തന്നെയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാനിന്റെ ന്യൂക്ലിയർ കേപ്പബിലിറ്റി നശിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായ ഉദ്ദേശം. അതിനെതിരായിട്ട് മറ്റു രാജ്യങ്ങളൊന്നും ഇല്ല എന്നുള്ള വിശ്വാസം കൂടി അവർക്കുണ്ട്. റഷ്യ ഒരു വാർണിംഗ് നടത്തിയിരുന്നെങ്കിൽ പോലും ഇതിൽ മറ്റാരും ഏർപ്പെടുകയില്ല എന്നുള്ളൊരു വിശ്വാസത്തോടെയാണ് ട്രംപ് ഇത്ര ധൈര്യമായിട്ട് അത് ആക്രമിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇറാൻ അതിനെ തിരിച്ചടിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഇസ്രായേലിനെതിരായിട്ട് ആക്രമണം നടത്താൻ പറ്റുമായിരിക്കും, അത് മുമ്പ് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അമേരിക്ക ഇതിൽ ചേർന്നു എന്നുള്ളൊരു പുതിയ കാര്യമല്ല. ഇസ്രായേൽ യുദ്ധം ചെയ്യുന്ന സമയത്ത് പോലും അമേരിക്ക തന്നെയാണ് ആ യുദ്ധത്തിനെ നയിച്ചിരുന്നത് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അവരുടെ ആയുധങ്ങളും എല്ലാം ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഇതിലൊരു ഇറാൻ ഒരു എഗ്രിമെന്റ് തയ്യാറില്ലെങ്കിൽ യുദ്ധമുണ്ടാകും എന്ന് പ്രസിഡന്റ് ട്രംപ് കുറച്ച് ദിവസമായിട്ട് തന്നെ പറയുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു ഇവൻച്വൽ 20-25 വർഷമായിട്ട് നടക്കുന്ന ഈ പ്രശ്നം പരിഹരിക്കുക, അതുകൊണ്ട് വലിയ റിയാക്ഷൻ ഉണ്ടാവുകയില്ല, മറ്റു രാജ്യങ്ങളൊന്നും ഇടപെടുകയില്ല എന്ന വിശ്വാസത്തിലാണ് അദ്ദേഹം ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. പക്ഷെ എന്നാലും വളരെ അപകടകരമായ ഒരു സ്ഥിതിയാണ് ലോകത്തിനുണ്ടായിട്ടുള്ളത്. ഇറാൻ എന്തായാലും ഇസ്രായേലിനെങ്കിലും ആക്രമിക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അപ്പൊ ഒരു വലിയ യുദ്ധത്തിലേക്ക് പോവില്ലെങ്കിൽ പോലും ഒരു വളരെ അപകടകരമായ ഒരു സ്ഥിതിയിലേക്കാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയെയും ലോകത്തെയും കൊണ്ടുവന്നിരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ രീതിയാണ്, അദ്ദേഹത്തിന്റെ സ്വഭാവമാണ്. അപ്പോൾ അതുകൊണ്ട് അതിന്റെ കോൺസിക്വൻസസ് ആണെന്ന് വിചാരിക്കാതെ തന്നെയാണ് അദ്ദേഹം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യയോടുള്ള സമീപനത്തിലും ഡൊണാൾഡ് ട്രംപിന്റെ നയം മാറിയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ പാകിസ്ഥാനെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ബേസ് സ്ഥാപിക്കാനുള്ള പരിപാടിയാണ് ട്രംപിനുള്ളത്. അതും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ്. പാകിസ്ഥാനെ ഒരു അലായി ആക്കിക്കൊണ്ട് ഇന്ത്യക്കെതിരായി പ്രവർത്തിക്കാൻ കൂടി തയ്യാറാകുന്ന ഒരു വ്യക്തിയാണ് ട്രംപ് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് വളരെ അപകടകരമായ ഒരു അന്തരീക്ഷമാണ്. ഇപ്പോ ഇറാൻ തിരിച്ചാക്രമിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവായതുകൊണ്ട് ഇതൊരു സെറ്റിൽമെന്റായി കണക്കാക്കാനാണ് ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുക. പക്ഷെ പ്രവചനാതീതമായ കാര്യങ്ങളൊക്കെ സംഭവിച്ചു എന്ന് വരാം. സാറേ, വേറെ മറ്റൊരു കാര്യം, ഈ ലോകത്ത് ഇത്തരമൊരു മേൽക്കോയ്മ അമേരിക്ക നേടാൻ ശ്രമിക്കുന്നത് റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്കൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ റഷ്യ ഒരു വാർണിംഗ് നൽകി, ചൈന മിണ്ടാതിരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഈ യുദ്ധത്തിൽ നേരിട്ട് ഇടപെട്ടു എന്നുള്ള വാർത്തകൾ വരുമ്പോൾ ഈ രാജ്യങ്ങളുടെയൊക്കെ പ്രതികരണം എങ്ങനെയാകും? ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഇറാൻ ഒരു ബോംബുണ്ടായിക്കൂടാ. ഇറാൻ ഒരു ആണവ ബോംബുള്ള രാജ്യമാകണമെന്ന് ആർക്കും ആഗ്രഹമില്ല. റഷ്യക്കും ചൈനയ്ക്കും ഒക്കെ ആദ്യത്തെ എഗ്രിമെന്റ് 2015 എഗ്രിമെന്റിൽ അവരും ഭാഗഭാക്കുകളായിരുന്നു. അപ്പൊ അമേരിക്കയും ചൈനയും റഷ്യയും യൂറോപ്യൻ രാജ്യങ്ങളും എല്ലാം ചേർന്നുകൊണ്ടാണല്ലോ ആ കരാർ ഉണ്ടാക്കിയത്. അപ്പോൾ ആ കരാർ അനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നില്ല എന്ന് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പ്രഖ്യാപിച്ചപ്പോഴാണ് ഈ തീരുമാനത്തിലേക്ക് നീങ്ങിയത്. അതുകൊണ്ട് അവരുടെ ആണവ കേന്ദ്രങ്ങൾ മാത്രം നശിപ്പിക്കുന്ന ഒരു സ്ഥിതിയാണെങ്കിൽ മറ്റു രാജ്യങ്ങളൊന്നും അതിൽ ഇടാൻ സാധ്യതയില്ല. കാരണം ഇറാൻ ഒരു ആണവ രാജ്യമാകണമെന്ന് ഇവർക്ക് ആർക്കും താല്പര്യമില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, എന്തായാലും വളരെ നന്ദി ശ്രീ ടി.പി. ശ്രീനിവാസൻ.